അവധിക്കാലം മൊബൈൽ ഫോണിൽ ഒതുക്കാതെ സ്വന്തമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച ഒരുപറ്റം വിദ്യാർത്ഥികൾ ഫണ്ട് കണ്ടെത്തിയത് പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റ. മൊബൈൽ ഫോണിലും വീഡിയോ ഗെയിമിലും കുട്ടിക്കാലം ചുരുക്കുന്ന ഈ കാലത്ത് സ്വന്തമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച ഒരുപറ്റം വിദ്യാർത്ഥികൾ നെന്മേനി കേന്ദ്രമായുള്ള ന്യൂ ഷാഡോസ് FC എന്ന ടീമിന്റെ നേതൃത്വത്തിലാണ് 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ത്രീസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഇന്നൊരു അണ്ടർ 17 ടൂർണമെൻറ്റാണ് സംഘടിപ്പിച്ചേക്കുന്നത്. ഇത് ഇവിടെ ഞങ്ങളൊരു ചെറിയ മൈതാനം ഒരു പറമ്പ് പോലെ കിടക്കുമായിരുന്നു. ഞങ്ങൾ കല്ലെല്ലാം ഇളക്കി സെറ്റ് ചെയ്ത് ലൈനൊക്കെ ഇട്ട് പോസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇത്രയും പേര് എല്ലാവരും കൂടി ഒരു അണ്ടർ 17 ടൂർണമെൻറ്റ് നടത്തിയേക്കുക. പൊൻകുന്ന്, അടിമാലി അങ്ങനെ കുറേ സ്ഥലത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി ഒരുപാട് ടീം വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേര് കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ എനിക്കിന്ന് ഇത്രയും പേരാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഫണ്ട് ഞങ്ങൾ കുറച്ച് എൻ്റെ ഒരു കസിൻ ചേച്ചി ഒരു ചെറിയ സ്പോൺസർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള ഫണ്ട് മൊത്തത്തിൽ ഞങ്ങൾ ചെറിയ സ്ക്രാബ് എല്ലാവരുടെ വീട്ടിൽ നിന്ന് സ്ക്രാബ് കളക്ട് ചെയ്ത് അത് വിറ്റിട്ടാണ് ഞങ്ങൾ ബാക്കി ഫണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. ഇതല്ല ഞങ്ങളൊരു ടീമാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ടീമിൻ്റെ പേര് ന്യൂ ഷാഡോസ് ആണ്. ന്യൂ ഷാഡോ FC നെന്മേനി. ന്യൂ ഷാഡോസ് FC ടീമിൻ്റെ പ്രധാന പ്രവർത്തകരായ ദേവദത്തൻ ഹരി, മിലൻ മോൻസി, ഗോകുൽ കൃഷ്ണ, ഗൗരി നന്ദൻ, അഭിനവ് MJ എന്നിവരുടെ നേതൃത്വത്തിലാണ് അണ്ടർ 17 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സമീപത്തെ വീടുകളിൽ നിന്നും പഴയ ബുക്കും പത്രവും പാഴ്വസ്തുക്കൾ എന്നിവ ശേഖരിച്ച് വിറ്റ് കിട്ടിയ തുക ഉപയോഗിച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തിയത്. ഒപ്പം ചില വ്യക്തികളുടെ സാമ്പത്തിക സഹായവും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. മത്സരം സംഘടിപ്പിക്കുന്നതിനുള്ള മൈതാനവും ഇവർ തന്നെയാണ് ഒരുക്കിയത്. നെന്മേനിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ താൽക്കാലിക മൈതാനം ഒരുക്കിയാണ് ചെറിയ കുട്ടികളുടെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നിന്നായി 14 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് 1750 രൂപ ക്യാഷ് അവാർഡും 2ാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് 950 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് സമ്മാനമായി നൽകിയത്. അവധിക്കാലം മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടർ ഗെയിമിലും ഒതുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതൃകയായി മാറുകയാണ് നെന്മേനിയിലെ ഈ വിദ്യാർത്ഥി സംഘം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.